നല്ല ചൂട് ചോറിലേക്ക് ചൂടായിട്ടുള്ള ആ തക്കാളിക്കറിയും കൂടെ അങ്ങ് ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോൾ കൈ കൊള്ളാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. വെൽക്കം ടു അയ്യയ്യോ പൂജ 5 മിനിറ്റ് റെസിപ്പി സീരീസ്. അപ്പോഴേ ഈ തക്കാളിയും പച്ചമുളകും എണ്ണയിലേക്ക് ചാടുന്ന ആ ഷോട്ട് ഉണ്ടല്ലോ, അതെങ്ങനെയോ മിസ്സായിട്ടുണ്ട്. അപ്പൊ ലേലുവല്ലു തക്കാളി പച്ചമുളകും ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആകെ മസാലകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഉപ്പ്, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇല്ലാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല നമുക്ക്. സാമ്പാർ മാത്രമല്ല, ഞാൻ പല കറികളിലും സാമ്പാർ പൊടി ഇടാറുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് യോജിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിനെ സാമ്പാർ അല്ല ആക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് കുറച്ച് പൊടി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടാന്റെ സംഭവം എന്ന് പറയുന്നത് റെഡിയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഇങ്ങനെ തൂവിക്കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാരും അടുത്ത വീഡിയോ വരെ ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. ദിസ് ഇസ് അയ്യയ്യോ പൂജ സൈനിങ് ഓഫ്. ബൈ.